അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അള്ളാഹു അറിയുന്നത് പോലെ നമ്മൾ ആരും അറിയുന്നില്ല. അതുകൊണ്ട് അള്ളാഹു നൽകിയ താക്കീതുകളും അള്ളാഹു നൽകിയ ഓർമ്മപ്പെടുത്തലുകളും നമ്മൾ അംഗീകരിക്കാതിരുന്നാൽ, സ്വീകരിക്കാതിരുന്നാൽ അതുകൊണ്ടുണ്ടാവുന്ന ദുരന്തങ്ങൾ നമുക്ക് പ്രവചിക്കാൻ കഴിയാത്തതാണ്. ഇത് പറയാനുള്ള കാരണം, എവിടെ നോക്കിയാലും അവിഹിതങ്ങൾ കൊണ്ടുള്ള അപകടങ്ങൾ നമ്മൾ ധാരാളമായി കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. സ്വന്തം ഭർത്താവിനെ കൊലപ്പെടുത്തുന്നു കാമുകനുമായി സംഗമിക്കുന്നതിന് വേണ്ടി. സ്വന്തം കാമുകിയെ കൊലപ്പെടുത്തുന്നു തൻ്റെ കാര്യങ്ങൾക്കും താല്പര്യങ്ങൾക്കും വഴങ്ങാത്തതിൻ്റെ പേരിൽ. സ്വന്തം മക്കളെ കൊലപ്പെടുത്തുന്നു, മാതാപിതാക്കളെ കൊലപ്പെടുത്തുന്നു. എന്തെല്ലാം അപകടങ്ങളാണ് നമ്മൾ നിരന്തരം കേട്ടുകൊണ്ടിരിക്കുന്നത്. ഏതൊരു വ്യക്തിയും എത്തിപ്പെടാവുന്ന ഒരു അപകടമാണ് അവിഹിതമെന്നുള്ളത്. ആരും അതിൽ നിന്ന് സുരക്ഷിതരാണെന്ന് പറയുക സാധ്യമല്ല എന്നതാണ് വസ്തുത. ഒരു പക്ഷേ അങ്ങനെ ഒരു ധൈര്യം പറയാൻ, ഒരു പുരുഷനെ വഴിതെറ്റിക്കാൻ ഒരു സ്ത്രീ വിചാരിച്ചാൽ കഴിയും എന്ന് അത്രമാത്രം ആത്മവിശ്വാസം പലരും ഉണ്ടാവാനുള്ള കാരണം അവിഹിതങ്ങളുടെ സാധ്യത അത്രയും വലുതാണ് എന്നതുകൊണ്ടാണ്. ഒരു പുരുഷനെ ഒരു അന്യ സ്ത്രീക്കോ ഒരു അന്യ സ്ത്രീ ഒരു പുരുഷനോ നോക്കാൻ പാടില്ല. അത് നിഷിദ്ധമാണ് എന്ന് ഇസ്ലാം പറയുന്നു. ഒരു സ്ത്രീയോടൊപ്പം ഒരു പുരുഷൻ ഒറ്റയ്ക്കാവാൻ പാടില്ലെന്ന് പറയുന്നു. ഒരു സ്ത്രീ ദീർഘമായ യാത്രകൾ ചെയ്യുമ്പോൾ കൂടെ മഹറമായ ഒരു പുരുഷൻ വേണമെന്ന് നിഷ്കർഷിക്കുന്നു. ഇതൊക്കെ ഈ അപകട സാധ്യതകളെ മുന്നിൽ കണ്ടുകൊണ്ടാണ് എന്നതാണ് വസ്തുത. പലപ്പോഴും ഒരു തെറ്റല്ലെന്ന രൂപത്തിലാണ് ഇത്തരം അവിഹിത ബന്ധങ്ങളും കണക്ഷനുകളും ഉണ്ടായിത്തീരുന്നത് എന്നതാണ് വസ്തുത. ഒരു പക്ഷേ ജോലി സ്ഥലത്തുള്ള സൗഹൃദമാകാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തിക്ക് സംഭവിക്കുന്ന പ്രയാസങ്ങളിൽ അവരെ ആശ്വസിപ്പിക്കാനും പിന്തുണക്കാനും വേണ്ടി കൂടെയുള്ള സൗഹൃദങ്ങളാവാം, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നപരിഹാരങ്ങൾക്ക് വേണ്ടി സംഗമിക്കപ്പെടുന്ന കൗൺസിലിംഗ് സെഷനുകളാകാം. അതുമല്ലെങ്കിൽ എപ്പോഴോ സംഭവിച്ചു പോയ ഒരു നോട്ടത്തിൻ്റെ പേരിലാവാം, അല്ലെങ്കിൽ ഭർത്താവിൻ്റെ സുഹൃത്തുക്കളാകാം, ഭാര്യയുടെ സുഹൃത്തുക്കളാവാം. ഇടപഴകാൻ അവസരങ്ങൾ ലഭിക്കുന്നു എന്നതാണ് അവിഹിതങ്ങളിലേക്കുള്ള വഴി തുറക്കുന്നത്. ഒറ്റയ്ക്ക് സംസാരിക്കാനും ആശയവിനിമയങ്ങൾ നടത്താനും സാധിക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരന്യ പുരുഷനാണെങ്കിൽ അല്ലെങ്കിൽ ഒരു അന്യ സ്ത്രീയാണെങ്കിൽ അതിൻ്റെ ആത്യന്തികമായ പരിണിതി, ആ ബന്ധങ്ങളുടെ പരിണിതി അവിഹിതമായിരിക്കും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക എന്നതാണ് വസ്തുത. അതറിയാതെ പോയാൽ നമ്മൾ എന്തു ചെയ്യും? അപകടങ്ങളിലേക്ക് എത്തും. ഒരു പക്ഷേ അയാൾ വിശ്വസ്തനാണല്ലോ, അയാളൊരു പണ്ഡിതനാണല്ലോ, അല്ലെങ്കിൽ അയാൾ മതപരമായ നിഷ്ഠ പാലിക്കുന്ന ആളാണല്ലോ, അല്ലെങ്കിൽ അയാൾ നല്ലൊരു സത്യസന്ധനായ മോട്ടിവേഷൻ സ്പീക്കറാണല്ലോ എന്നൊക്കെ വിചാരിച്ച് ഉണ്ടാക്കുന്ന കണക്ഷനുകൾ. പക്ഷെ നമ്മൾ മനസ്സിലാക്കണം, ആത്യന്തികമായി അയാളൊരു പുരുഷനാണ് എന്നത് മനസ്സിലാക്കണം. അതുകൊണ്ട് ഏത് സമയത്തും അദ്ദേഹത്തിൻ്റെ ചിന്താഗതികളെയും കാഴ്ചപ്പാടുകളിലും മാറ്റം വരാനുള്ള സാധ്യത ഏത് സന്ദർഭത്തിലും പ്രതീക്ഷിക്കണം. അങ്ങനെ വരുമ്പോൾ തങ്ങളുടെ ഉദ്ദേശങ്ങളും ലക്ഷ്യങ്ങളും സാക്ഷാത്കരിക്കാതെ വരുമ്പോൾ സ്വാഭാവികമായും അത് അപകടങ്ങളിലേക്കും അവിഹിതങ്ങളിലേക്കും കൊലപാതകങ്ങളിലേക്കുമെല്ലാം എത്തുമെന്നതാണ് ഇന്ന് കാണുന്ന സംഭവങ്ങളുടെ എല്ലാം ആകത്തുക. ഇത് മാത്രമല്ല, തീർച്ചയായും ഒരാളെ ചതിക്കുവാനും നശിപ്പിക്കുവാനും ഈ വഴിയിലൂടെ സാധിക്കുമെന്നതുകൊണ്ട് തന്നെയാണ് അത്തരത്തിലുള്ള ചതികളും ഈ രംഗത്ത് നടക്കുന്നത്. ഇപ്പോൾ ഹണി ട്രാപ്പ്, പലപ്പോഴും ഒരു സ്ത്രീ കാണിക്കുന്ന ബന്ധം, ആ ബന്ധത്തിൽ വീഴുകയും ഒരു പക്ഷേ അത്തരം ഒരു കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാത്തൊരു വ്യക്തിയുമായി പെട്ടെന്നൊരു സ്ത്രീ കണക്ഷൻ ഉണ്ടാക്കുകയും അയാളെ വിളിച്ചു വരുത്തുകയും
അപകടപ്പെടുത്തുകയും ചെയ്യാൻ സാധിക്കുന്നത് എന്തുകൊണ്ടാണ്? ഇത്തരം അവിഹിത ബന്ധങ്ങൾക്കുള്ള സ്വാധീന ശക്തിയാണ് അതിൻ്റെ പിന്നിലുള്ളത്. ഇപ്പോൾ ഒരു ഡെലിവറി നടത്തുന്ന ഒരു പയ്യനുമായിട്ട് ഒരു പെൺകുട്ടി സൗഹൃദം ഉണ്ടാക്കുകയാണ്. പെട്ടെന്ന് ആ സൗഹൃദം പുരോഗമിക്കാൻ പിന്നെ അവനെ വിളിച്ചു വരുത്തുകയാണ്. വിളിച്ചു വരുത്തിയിട്ട് മറ്റ് അവളുടെ ആൺ സുഹൃത്തുക്കളുമായി ചേർന്ന് അയാളെ അപകടപ്പെടുത്താനുള്ള ശ്രമമാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ വായിച്ചത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ നിന്ന് സുരക്ഷിതമാവാൻ നമുക്കുള്ള ഏക മാർഗം, നമ്മുടെ എല്ലാ രഹസ്യ പരസ്യങ്ങളും അള്ളാഹു കാണുന്നു, അള്ളാഹു അറിയുന്നു, അതുകൊണ്ട് തന്നെ ഞാനിത് ചെയ്തുകൂടാ, എനിക്കിത് പാടില്ല എന്ന തിരിച്ചറിവിൽ നിന്ന് മാത്രമേ ഇത്തരം അപകടങ്ങളിൽ നമുക്ക് രക്ഷപ്പെടാൻ പറ്റുള്ളൂ. അത് ആരും അറിയില്ലെന്ന് തന്നെ വെക്കാം. ആരും അറിയില്ല, പുറത്തറിയപ്പെടില്ല, അതീവ രഹസ്യമാക്കാം എന്നൊക്കെ വന്നാലും അള്ളാഹുവിൻ്റെ അടുക്ക് നമുക്ക് മറച്ചു വെക്കാൻ പറ്റും. യസ്തഹ്ഫൂന മിനന്നാസി വല യസ്തഹ്ഫൂന മിനല്ലാഹ്. ജനങ്ങളിൽ നിന്ന് അവർ മറച്ചു വെക്കുന്നു, പക്ഷെ അള്ളാഹുവിൽ നിന്ന് മറച്ചു വെക്കില്ല. അതുകൊണ്ട് അള്ളാഹു കാണും. അവൻ്റെ അടുക്കൽ ഞാൻ കുറ്റക്കാരനാകും, നാളെ പരലോകത്ത് തെറ്റുകാരനാകും എന്ന് ചിന്തിച്ചുകൊണ്ട് ഇത്തരം ചെറുതും വലുതുമായ ഇത്തരം തെറ്റുകളിൽ നിന്ന്, സാഹചര്യങ്ങളിൽ നിന്ന് പൂർണ്ണമായി വിട്ടു നിൽക്കാത്തിടത്തോളം കാലം നമ്മൾ ആരും തന്നെ ഇത്തരം വിഷയങ്ങളിൽ സുരക്ഷിതരല്ല എന്ന് മനസ്സിലാക്കണം. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ വിരോധങ്ങൾ, അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അതിനെ ഗൗരവത്തിലെടുക്കുകയും അതിനെ നിസ്സാരമായി കാണാതിരിക്കുകയും ആ നിർദ്ദേശങ്ങൾ പാലിക്കുകയും ചെയ്യാൻ ശ്രമിക്കുക. അള്ളാഹു എല്ലാ അപകടങ്ങളിൽ നിന്നും നമുക്ക് സുരക്ഷിതത്വം നൽകുമാറാവട്ടെ.